Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 BSc നഴ്സിംഗിന് ബാംഗ്ലൂർ നിംഹാൻസിൽ BSc നഴ്സിംഗിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. BSc നഴ്സിംഗ് മാത്രമല്ല, നിംഹാൻസിൻ്റെ ക്യാമ്പസിലുള്ള BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള 6ഓളം BSc വിവിധ പ്രോഗ്രാമുകളോടൊപ്പം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സുകൾക്കും ഇതിനോടൊപ്പം MLT പോലെയുള്ള കോഴ്സുകളിലേക്കുമെല്ലാം ഒരു അഡ്മിഷൻ ലഭിക്കാൻ എൻട്രൻസ് എക്സാമിനേഷനുള്ള ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. നിംഹാൻസിൻ്റെ ക്യാമ്പസിലെ അഡ്മിഷൻ്റെ വിശദ വിവരങ്ങൾ മനസ്സിലാക്കാനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുമുള്ള വെബ്സൈറ്റ് nimhans.ac.in എന്ന വെബ്സൈറ്റിലൂടെ ജൂൺ 6 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ 21 ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനിൽ പങ്കെടുക്കുകയും ആ എക്സാമിനേഷനിൽ ടോപ്പ് റിസൾട്ടുകൾ അച്ചീവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് നിംഹാൻസ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇതിലൂടെ അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ഉണ്ട്, BSc അനസ്തേഷ്യ ഉണ്ട്, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്, BSc ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി കോഴ്സിലേക്ക് അഡ്മിഷൻ ഉണ്ട്. ഇതിനോടൊപ്പം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകൾ, അങ്ങനെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ സെക്ടറിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കാണ് നിംഹാൻസ് മെഡിക്കൽ കോളേജിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെഡിക്കൽ സെക്ടറിൽ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിലെ പ്രോഗ്രാമുകളിലേക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്യാമ്പസായ നിംഹാൻസിൻ്റെ ക്യാമ്പസിൽ ഒരു അഡ്മിഷൻ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 6 മുമ്പായി നിംഹാൻസിൻ്റെ വെബ്സൈറ്റായ nimhans.ac.in എന്ന വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ജൂലൈ 21 നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി അതിലൂടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. ഇതിനെല്ലാം എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കമ്പൾസറിയാണ്. ചില കോഴ്സുകൾക്ക് ഇംഗ്ലീഷും എൻട്രൻസ് എക്സാമിനേഷൻ വരും. നിംഹാൻസിൻ്റെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ ക്യാമ്പസിലേക്ക് ഉള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനോടൊപ്പം ഇന്ത്യ മുഴുവനുള്ള BSc നഴ്സിംഗ് ആവട്ടെ, ഓരോ സ്റ്റേറ്റ് വൈസ് ഉള്ള BSc നഴ്സിംഗ് കോഴ്സസ് ആവട്ടെ, അതുപോലെ മെഡിക്കൽ സെക്ടറിൽ ഏറ്റവും ഉയർന്ന കോഴ്സുകളായ MBBS, BDS, ഹോമിയോ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്യാമ്പ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാൻ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ എഴുതുകയും ഓരോ സ്റ്റേറ്റ് വൈസുള്ള അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുകയും ഇതിനോടൊപ്പം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അവരുടേതായ നഴ്സിംഗ് കാറ്റഗറിക്കും പാരാമെഡിക്കൽ കോഴ്സുകൾക്കുമുള്ള അഡ്മിഷൻ പ്രൊസീജിയറിൽ കൃത്യമായി പങ്കെടുക്കുകയും ഇനി കേരള സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കറിയാം BSc നഴ്സിംഗിനും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്യേണ്ടത് LBSൻ്റെ വെബ്സൈറ്റിലൂടെയാണ്. ഇവിടെ കേരളത്തിൽ +2 മാർക്ക് നോക്കിയാണ് അഡ്മിഷൻ. ഈ വർഷവും എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല. നമുക്കറിയാം, മെഡിക്കൽ കൗൺസിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി അഡ്മിഷൻ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും കേരളത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2024 കേരളത്തിൽ BSc നഴ്സിംഗ് കോഴ്സുകൾ ഗവൺമെൻറ്റിലാവട്ടെ പ്രൈവറ്റ് സെക്ടറിലാവട്ടെ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമുക്കിപ്പോൾ LBSൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താണ് ആ അഡ്മിഷൻ നമുക്ക് ഉറപ്പാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, 2 വർഷം +1 +2 പഠിക്കുന്ന സമയം ഒരു സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് ഒരു ബയോളജി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് മെഡിക്കൽ സെക്ടറിൽ ഒരു കോഴ്സുകളായിരിക്കും. അങ്ങനെ ഒരു സീറ്റ് നമുക്ക് ഇന്ത്യ മുഴുവൻ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അത് ഡിഗ്രി കോഴ്സുകളാവട്ടെ, സർട്ടിഫിക്കറ്റ് കോഴ്സുകളാവട്ടെ, ഡിപ്ലോമ കോഴ്സുകളാവട്ടെ, ഏതും നമുക്ക് കൃത്യമായ എൻട്രൻസ് എക്സാമിനേഷനിലൂടെയും കൃത്യമായ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയും ഓപ്ഷൻ രജിസ്ട്രേഷനിലൂടെയൊക്കെയാണ് ഇത് നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി ഇതുപോലെ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും കോഴ്സുകളും ക്യാമ്പസുകളും ന്യൂസുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള മികച്ച ക്യാമ്പസുകളിൽ പഠിച്ച് നല്ലൊരു പ്രൊഫഷൻ കരിയർ അച്ചീവ് ചെയ്യാനും എല്ലാ വിദ്യാർത്ഥികൾക്കും സാധിക്കട്ടെ. ആൽഫയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള പുതിയ പുതിയ ന്യൂസുകൾ കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിക്കും. ഇനി നമുക്ക് ഈ വർഷത്തെ 2024 അഡ്മിഷനുമായി ബന്ധപ്പെട്ട പുതിയ ന്യൂസുകളും അപ്ഡേറ്റ്സും വരുമ്പോൾ നമുക്ക് ഈ ചാനലിലൂടെ വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.